ഹാപ്പി ഈസ്റ്റർ ഗായ്സ്. രാവിലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാന്ന് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയുള്ള കളർ ചേഞ്ച് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് എവിടെ നിന്നറിയോ? ബി ട്രെൻഡി മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങളൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്ക്, ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരാപ്പുഴ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂടാണ്, പക്ഷെ രാവിലെ ആട്ടോ പോകുന്നത്. ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. അപ്പോഴത്തേനും ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ മാസ്ക്, സൺ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എന്നാലും ചൂടിനോട് പൊരുതുക എന്നുള്ളത് എളുപ്പമല്ല. എനിക്കറിയില്ല ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമാണോ, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളതെന്ന് പറയണേ. അങ്ങനെ നമ്മളിതേ മാർക്കറ്റ് എത്തി. 1-2 സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേടിക്കാനുള്ളത്. എന്താ വെച്ചാൽ ഈസ്റ്റർ അല്ലേ ഇന്ന്, അപ്പോൾ നമ്മൾ നോൺ വെജ് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫിഷും കോഴിയും മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കുഞ്ഞു കോഴി ഞങ്ങൾക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ താറാക്കുകൾ കളിപ്പിക്കുന്ന സമയത്ത് ചേച്ചി പറയാണ് കുറച്ച് കഴിഞ്ഞാൽ മരിക്കാൻ പോണവരല്ലേ അവർ എന്ന്. പിന്നെ മീനിൻ്റെ അങ്ങോട്ടേക്ക് പോയി. നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. എനിക്ക് തിലോപ്പി മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യും എന്തായാലും. അപ്പോൾ ഞാൻ തിലോപ്പി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കാണെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും മീൻ വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും കൂടെ വാങ്ങിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഒരു മീൻ ഉണ്ടല്ലോ മതി. പിന്നെ ചിക്കനും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ചിക്കനൊക്കെ വെട്ടി വെച്ചിട്ട് അവിടെ നിന്ന് വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറി. കഴിഞ്ഞ ജന്മത്തിൽ ആരോ ചേച്ചിക്ക് കോവയ്ക്ക മെഴുക്ക് വരട്ടിയിൽ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന്. കോവയ്ക്ക മെഴുക്ക് വരട്ടി തന്നെ അവിടെ ഫ്ലാറ്റ് ആവും. അപ്പം ചേച്ചിനെ കിഡ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോവയ്ക്ക മെഴുക്ക് വരട്ടി കൊടുത്താൽ മതി. അങ്ങനെ മാർക്കറ്റിലെ പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നവ്യ ബേക്സിൽ കയറി കേട്ടോ. എന്തെങ്കിലും സ്നാക്സ് മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കയറിയത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ചൂടല്ലേ, അപ്പോൾ ലൈം കുടിക്കാമെന്നുള്ളൊരു പ്ലാനിലാക്കി. പിന്നെ ഒരു നീലാംബരി സ്റ്റൈലൊക്കെ രണ്ടുപേരും പാസ്സാക്കിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് പൂക്കി വൈബ്സ്. അയ്യോ, നമുക്കൊന്നും പറ്റില്ല. എനിക്ക് അറിയില്ല എങ്ങനെയാണ്. ഒരു 4 കുപ്പി വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഗൈസ്, നിങ്ങളെല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കട്ടോ. ചൂട് ഇപ്പം അധികം നേരമായിട്ടില്ല, സമയം 10 മണി ആയിട്ടുള്ളൂ. ഇഹാ ഡിസൈൻസിലെ പുതിയ ഒരു ടോപ്പ് ലോഞ്ച് ആയത്, നുവാറയിൽ ലോഞ്ച് ആയത് ചേച്ചി ഇങ്ങനെ കാണിക്കണം, നമുക്ക് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റോറിൽ ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിലെയും ഡിഫറെൻ്റ് ആട്ടോ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന വെബ്സൈറ്റിലെയാണ്, സ്റ്റോറിൽ പിന്നെ നമുക്ക് പോയി എടുക്കുന്നതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ലൈമൊക്കെ കുടിച്ച് ഒന്ന് സമാധാനപ്പെട്ടതിന് ശേഷം വീട്ടിൽ വന്ന് ഉടനെ ബാഗൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇരുത്തം കണ്ട ഗൈസ്. അതാണ് കുഴപ്പമില്ല. നിങ്ങളിതിനിപ്പോൾ പറയുന്നതിൽ സ്ട്രെസ് ആവണ്ട കേട്ടോ. ഇത് വീഡിയോ കേട്ടിട്ട് ആരും സ്ട്രെസ്ഡ് ആവണ്ട. നമ്മൾ തരണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും മാക്സിമം എന്താ പറയുക, വളരെ നേരത്തെ പോകാനുള്ളടത്തൊക്കെ പോവുക, വെള്ളം നന്നായി കുടിച്ച് നിങ്ങൾ ഇരിക്കുക, സൺ എക്സ്പോഷർ കുറക്കാൻ നോക്കുക.